പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 പേജ് നമ്പർ 196 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 9th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചൂസ് ദി ഓപ്ഷൻസ് ഡിസ്ക്രൈബിംഗ് ദ പ്രൊഡക്റ്റ് ഓഫ് 565/465 ഇൻറ്റു 707/676. അപ്പോൾ നമുക്കിവിടെ 6 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ്, അതായത് ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓപ്ഷൻ എന്നല്ല, ഓപ്ഷൻസ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ ഒന്ന് നോക്കിയേ. 565 ഡിവൈഡഡ് ബൈ 465. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കാട്ടിൽ എന്താണ്, ഗ്രേറ്റർ ആണ്. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ നമ്പർ എടുത്ത് കാണിക്കാം. 4/3. ഈ 4/3 എന്ന് പറയുന്ന 4 3യെ കാട്ടിൽ ഗ്രേറ്റർ ആണ് അല്ലേ. അപ്പം 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 3 റിമൈൻഡർ 1. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് 0 ഇടുന്നു. 3 3 സാർ 9 റിമൈൻഡർ 1 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് 4 ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 1നെ കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു നമ്പറാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം 4/3 1നെ കാട്ടിൽ എന്താണ്, ഗ്രേറ്റർ ആണ്. അപ്പം ഇവിടെ നോക്കിയാൽ 565/465 എന്താണ്, 1നെ കാട്ടിൽ ഗ്രേറ്റർ ആണ് എന്ന് പറയാം. കാരണം എന്താ, ഡിനോമിനേറ്ററിനെ കാട്ടിൽ ഗ്രേറ്റർ ആണ് ന്യൂമറേറ്റർ. അതേപോലെ അടുത്തത് എടുത്താലോ, 707 ഡിവൈഡഡ് ബൈ 676. ഇവിടെയും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കാട്ടിൽ ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് ഇതും 1നെ കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻസും 1നെ കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റും എന്തായിരിക്കും? അതായത് 565/465 ഇൻറ്റു 707/676. ഇതും എന്തായിരിക്കും? 1നെ കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഓപ്ഷൻ കറക്റ്റ് ആണ് എന്ന് പറയാം. കാരണം എന്താ, ഇതിൻ്റെ പ്രൊഡക്റ്റ് 1നെ കാട്ടിൽ ഗ്രേറ്റർ ആണ്. ഇനി ഈ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഫ്രാക്ഷൻസും 1നെ കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ their product is greater than both the numbers. അതായത് നമുക്ക് കിട്ടുന്ന ഇവിടെ ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും അല്ലേ. ആ പ്രൊഡക്റ്റ് രണ്ട് നമ്പറിനെ കാട്ടിലും എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും അല്ലേ. അതായത് 565/465നെ കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. 707/676നെ കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. ഇത് രണ്ടുമാണ് നമ്മുടെ ഫ്രാക്ഷൻസ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ഈ രണ്ട് നമ്പറിനെ കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. കാരണം എന്താണ്, ഈ രണ്ട് നമ്പേഴ്സും ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പം ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. അടുത്ത 10th ക്വസ്റ്റ്യൻ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഹോൾ സ്ക്വയർ ഈസ് ഷെയ്ഡഡ്? ഈ ഹോൾ സ്ക്വയറിൻ്റെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. അന്നേരം ഞാൻ പറഞ്ഞു നമുക്കിഷ്ടമുള്ള മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ചെയ്യാൻ എളുപ്പം എന്താണ്, ഓൾറെഡി ഇവിടെ 4 സ്മോൾ സ്ക്വയറുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈസി. അപ്പോൾ ഇതിനെ 4 സ്ക്വയറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോ പാർട്ടും എന്താണ്, 1/4 വീതമാണ് അല്ലേ. അതായത് ഇത് മൊത്തം 1/4 ആണ്. ഇത് ഓരോ പാർട്ടുകളും 1/4 വീതമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദ സ്മോൾ സ്ക്വയർ ഈസ് 1/4 ഓഫ് ദി ബിഗ് സ്ക്വയർ. ഇനി ഈ സ്മോൾ സ്ക്വയറിനകത്ത് ഇത്രയും പോർഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പം നമുക്കിതാ ഇങ്ങോട്ടൊരു വര വരച്ചാൽ ഇതും ട്രയാങ്കിൾ ആവും. ഇങ്ങോട്ടൊരു വര വരച്ചാൽ ഇത് 4 ട്രയാങ്കിൾസ് ആകും അല്ലേ. പക്ഷേ ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ ഹാഫ് പോർഷനാണ് നമുക്ക് ഷെയ്ഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീണ്ടും ഇതിനെ എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ സ്മോൾ സ്ക്വയറിനെ എത്ര ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു? 1 2 3 4 5 6 7 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ എത്ര പാർട്സ് ഷെയ്ഡഡ് ആണ്? 1 2 3 പാർട്സ് ഷെയ്ഡഡ് ആണ്. അപ്പം ഫ്രാക്ഷൻ എന്ത് വരും? 3/8 എന്ന് വരും. അപ്പോൾ എന്തെഴുതാം?
The shaded part is 3/8 of the small square. അപ്പോൾ ഈ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും? ഈ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും? ആദ്യം നമ്മൾ 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ കിട്ടിയ 1/4നെ വീണ്ടും നമ്മൾ 3/8 ആയിട്ട്, ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് 3/8 ആണ്. അപ്പോൾ ഈ 1/4ഉം 3/8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നു? അതായിരിക്കും ഷെയ്ഡഡ് പാർട്ട്. ദ ഷെയ്ഡഡ് പാർട്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/4 ഇൻറ്റു 3/8 is equal to 3/32. 3/32 of the whole square is shaded. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. അടുത്തത് 11th question. A colony of ants set out in search of food. As they search, they keep splitting equally at each point as shown in the figure and reach 2 food sources, one near a mango tree and another near a sugarcane field. What fraction of the original group reached each food source? അപ്പോൾ ഇവിടെ ആൻറ്റിൻ്റെ ഒരു കോളനി ഫുഡ് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ആരോ തന്നിട്ടുണ്ട് ഏതൊക്കെ വഴിക്കാണ് പോകുന്നതെന്ന്. ഈ റെഡായിട്ട് തന്നിട്ടുള്ള ഈ ഡോട്ട് എന്താണ്? ഓരോ പോയിന്റുകളാണ്, അത് എത്തിച്ചേരുന്ന ഓരോ പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ എത്തിയിട്ട് എത്ര ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 2 ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലേ? ഇങ്ങോട്ടൊരു സെക്ഷൻ പോകുന്നു, ഇങ്ങോട്ട് അടുത്ത സെക്ഷൻ പോകുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം എത്രയായിട്ട് ഡിവൈഡായി? 2 ആയിട്ട്. ഇവിടെ നിന്ന് ഒറിജിനൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഈ പോയിന്റിൽ വന്നപ്പോൾ അത് 2 ആയിട്ട് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ പോകുന്നത് 1/2 ആണ്. ഇവിടെ എത്തിയത് മാംഗോ ട്രീയുടെ അടുത്ത്, ഇവിടെ ഈ എത്തിയത് 1/2 ആണ്. ഇങ്ങോട്ട് പോകുന്ന ഇതും 1/2 ആണ്. ഈ 1/2 പാർട്ടാണ് അടുത്ത പോയിന്റിൽ എത്തിയത്. അവിടെ നിന്ന് വീണ്ടും അതെന്തായി? 2 ആയിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തു പോയി. അപ്പോൾ ഈ 1/2 ഇവിടുന്ന് 2 ആയിട്ട് വീണ്ടും ഡിവൈഡായി. അപ്പോൾ 1/2 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 1/2 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 2ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/2 ഈസ് ഈക്വൽ ടു 1/4. അപ്പോൾ ഇനി ഇവിടുന്ന് പോകുന്ന ഓരോ ഗ്രൂപ്പുകളും എത്ര വീതമായിരിക്കും? 1/4 വീതമായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് പോയി ഇവിടെ ഇത് 1/4 എത്തും, ഇതും 1/4. ഇനി ഈ വരുന്ന 1/4 വീണ്ടും ഈ പോയിന്റിൽ എത്തുമ്പോൾ എത്രയായിട്ട് ഡിവൈഡ് ആവും? 1, 2, 3, 4 ആയിട്ട് ഡിവൈഡ് ആകും. അപ്പോൾ ഈ 1/4 വീണ്ടും 4 ആയിട്ട് ഡിവൈഡായി എന്താവും? 1/16 ആവും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തുന്നത് 1/16, ഈ പോയിന്റിൽ നിന്ന് എത്തുന്ന ഇതും 1/16, ഇതും 1/16, ഇതും 1/16 ആണ്. ഈ 1/16 ഈ പോയിന്റിൽ എത്തുമ്പോൾ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ആകുന്നു. അപ്പോൾ 1/16 വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ആകുന്നു. അപ്പോൾ എന്താവും? 1/32. അപ്പോൾ ഇത് 1/32, ഇതും എന്താണ്? 1/32. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഒറിജിനൽ ഗ്രൂപ്പ്, ഓരോ ഫുഡ് സോഴ്സിലും എത്തിയ ഒറിജിനൽ ഗ്രൂപ്പിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ മാംഗോ ട്രീയിൽ 1/2, 1/4, 1/16, 1/16, 1/32 ഇത്രയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അതുപോലെ ഷുഗർ കെയിൻ ഫീൽഡിൽ എത്തിയത് 1/32ഉം 1/16ഉമാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കെയിനിൽ എത്തിയതും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? അറ്റ് ഫസ്റ്റ് പോയിന്റ് ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു 2 ways. 2 വേയിലാണ് ഡിവൈഡ് ആയത് അല്ലേ? സോ ഫ്രാക്ഷൻ ഓഫ് ആൻസ് അറ്റ് ഈച്ച് വേസ്, ഞാൻ മൊത്തം എഴുതുന്നില്ല കേട്ടോ. 1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1/2. അറ്റ് ദ സെക്കൻഡ് പോയിന്റ് ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു 2 ways അല്ലേ? സെക്കൻഡ് പോയിന്റിലും ആൻഡ് എന്ത് ചെയ്തു? 2 വേയിൽ സ്പ്ലിറ്റായി. സോ ഫ്രാക്ഷൻ ഓഫ് ആൻസ് അറ്റ് ഈച്ച് വേ ഈസ് ഈക്വൽ ടു, ഈ ഹാഫിനെ വീണ്ടും
2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 1/4 ആയി. ഇനി തേർഡ് പോയിന്റിൽ and split into 4 ways. So fraction of fans at each way is equal to എന്ത് വരും? 1/4 വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ആയി 1/16 ആയി. ഇനി ഫോർത്ത് പോയിന്റിൽ and split into 2 ways. So fraction of ants at each way എന്ന് പറയുന്നത് എന്താണ്? 1/16 divided by 2 is equal to 1/32. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേ? ഓരോ ഫുഡ് സോഴ്സിലും എത്തിയ ഒറിജിനൽ ഗ്രൂപ്പിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഫ്രാക്ഷൻ ഓഫ് ആൻസ് അറ്റ് മാംഗോ ട്രീ ഈസ് എന്ത് വരും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/2 പ്ലസ് 1/4 പ്ലസ് 1/16 പ്ലസ് 1/16 പ്ലസ് 1/32. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, 2, 4, 16, 32 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് LCM 32 ആയിട്ട് എടുക്കാം. കാരണം എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിളാണ് 32, 4ൻ്റെ മൾട്ടിപ്പിളാണ് 32, 16ൻ്റെയും മൾട്ടിപ്പിളാണ് 32. അപ്പം ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും മൾട്ടിപ്പിളാണ് 32. സോ 32 ഈസ് ദി LCM. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും ഡിനോമിനേറ്റർ 32 ആക്കണം. അപ്പോൾ 1/2ൻ്റെ ഡിനോമിനേറ്റർ 32 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 16/32, 1/2 എന്തായിട്ട് മാറി? 16/32 ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നമ്മൾ 32 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 16 ആയി. ഇനി 4നെ 32 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ചെയ്യണം? 8 കൊണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയും എന്താവും? 8 ആകും അല്ലേ? അപ്പോൾ 8 പ്ലസ് ഇവിടെ 16നെ 32 ആക്കണമെങ്കിൽ 16 × 2. അപ്പോൾ ന്യൂമറേറ്ററും 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 2 വരും. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? 16നെ 32 ആക്കണമെങ്കിൽ 2 കൊണ്ട് ചെയ്യണം. അപ്പോൾ 1 × 2 2 പ്ലസ് 1 is equal to 16 plus 8 is 24. 24 plus 2 26, 28, 29. 29/32 ആണ് മാംഗോ ട്രീയിലെത്തിയ ആൻസിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രാക്ഷൻ ഓഫ് ആൻസ് നിയർ ഷുഗർ കെയിൻ ഫീൽഡ് ഇസ് ഇക്വൽ ടു എന്തൊക്കെ വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. 1/32 പ്ലസ് 1/16. ഇവിടെയും LCM എന്ത് വരും? 32 വരും. കാരണം എന്താണ്? 16ൻ്റെ മൾട്ടിപ്പിളാണ് 32. അപ്പോൾ ഇതിനെ നമ്മൾ 32 ആക്കണമെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. പ്ലസ് 1 × 2 2 ഈസ് ഇക്വൽ ടു 3/32. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 12th question. What is 1 minus 1/2? 1 minus 1/2 into 1 minus 1/3. 1 minus 1/2 into 1 minus 1/3 into 1 minus 1/4 into 1 minus 1/5. ഇങ്ങനെ നമുക്ക് 4 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. മേക്ക് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. ഇതിൻ്റെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയാൽ 1 minus 1/2 എന്ത് വരും? 1ൽ നിന്ന് 1/2 സബ്ട്രാക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1/2 തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 1/2 എഴുതാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ 1നെ നമ്മൾ ഫ്രാക്ഷനിലാക്കും, എന്നിട്ട് ഡിനോമിനേറ്റർ 2 ആക്കും. അപ്പോൾ എന്ത് വരും? 2/2 മൈനസ് 1/2 എന്ന് വരും അല്ലേ? 2/2 മൈനസ് 1/2 എന്ന് വരും. ദാറ്റ് ഈസ് 1/2. 2 മൈനസ് 1 ഈസ് 1. അപ്പോൾ 1 മൈനസ് 1/2 നമുക്ക് എന്ത് കിട്ടി? 1/2 കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ 1/2 എന്ന് എഴുതി. ഇനി 1 മൈനസ് 1/3 അതെന്ത് വരും? 1 മൈനസ് 1/3. 1നെ നമുക്ക് എന്താക്കാം? 3/3. 3 മൈനസ് 1 ഈസ് 2. 2/3. അപ്പോൾ ഇതെന്ത് വരും? ഈ 1 മൈനസ് 1/3യുടെ പ്ലേസിൽ നമ്മൾ 2/3 എന്ന് എഴുതുന്നു. മൾട്ടിപ്ലൈ ചെയ്താൽ 2/6. 2/6 എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്താൽ 2 / 2 ഈസ് 1, 6 / 2 ഈസ്
3. നമുക്ക് 1/3 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കിയേ 1 മൈനസ് 1/2. ഇതിന് പകരം നമുക്ക് ഇവിടെ എന്തെഴുതാം? 1/2 എഴുതാം. 1 മൈനസ് 1/3ക്ക് പകരം 2/3 എഴുതാം. ഇനി 1 മൈനസ് 1/4 ഇതെന്ത് വരും? 1 മൈനസ് 1/4. ഇതിനെ നമുക്ക് 4/4 മൈനസ് 1/4 എന്ന് എഴുതാം. അപ്പോൾ 3/4 എന്ന് വരും. അപ്പോൾ ഇത് 3/4. ഇനി 1 മൈനസ് 1/5 എന്ത് വരും? 4/5 എന്ന് വരും അല്ലേ? അതായത് 1 മൈനസ് 1/5 എന്ന് പറയുന്നത് 5/5 മൈനസ് 1/5 ദാറ്റ് ഈസ് 4/5 ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ എല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസലാവും, 3ഉം 3ഉം ക്യാൻസലാവും, 4ഉം 4ഉം ക്യാൻസലാവും. ബാക്കി 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി 1ഉം 3ഉമേ വരത്തുള്ളൂ കേട്ടോ. ഇനി ലാസ്റ്റ് 1 നമുക്ക് എങ്ങനെ എഴുതാം? ഈ ലാസ്റ്റ് 1 എന്താവും? 1 മൈനസ് 1/2ന് പകരം നമുക്ക് 1/2 ഇൻറ്റു ഇതിന് പകരം നമുക്ക് എന്താ കിട്ടിയേ? 2/3 ഇൻറ്റു 1 മൈനസ് 1/4 ഈസ് 3/4 ഇൻറ്റു 1 മൈനസ് 1/5 ഈസ് 4/5 ഇൻറ്റു 1 മൈനസ് 1/6 ഈസ് 5/6 ഇൻറ്റു ഇതെന്ത് വരും? 6/7 ഇൻറ്റു അടുത്തത് 7/8 ഇൻറ്റു അടുത്തത് 8/9 ഇൻറ്റു ഇത് 9/10 ഇസ് ഈക്വൽ ടു, ഇവിടെ 2ഉം 2ഉം ക്യാൻസലാവും, 3ഉം 3ഉം ക്യാൻസലാവും, 4ഉം 4ഉം 5ഉം 5ഉം 6ഉം 6ഉം 7ഉം 7ഉം 8ഉം 8ഉം 9ഉം 9ഉം ക്യാൻസലാവും. ബാക്കി എന്തൊക്കെയുണ്ട്? 1/10. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡിനോമിനേറ്റർ അടുത്ത ടേമിൻ്റെ ന്യൂമറേറ്ററുമായിട്ട് ക്യാൻസലായിപ്പോവും. ഫസ്റ്റ് 1ൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ അടുത്ത ടേമിൻ്റെ ന്യൂമറേറ്ററുമായിട്ട് ക്യാൻസലായി. ഇവിടെയും ഫസ്റ്റ് 1ൻ്റെ ഡിനോമിനേറ്റർ അടുത്തതിൻ്റെ ന്യൂമറേറ്ററുമായിട്ട് ക്യാൻസലായി. ഇവിടെയും ഇതിൻ്റെ ഡിനോമിനേറ്റർ അടുത്ത ടേമിൻ്റെ ന്യൂമറേറ്ററുമായിട്ട് ക്യാൻസലായി. ഈ ടേമിൻ്റെ ഡിനോമിനേറ്റർ അടുത്ത ടേമിൻ്റെ ന്യൂമറേറ്ററുമായിട്ട് ക്യാൻസലായി. ഇങ്ങനെ ആകുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിലും അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ന്യൂമറേറ്ററും അതായത് ഈ ടേമിൻ്റെ ന്യൂമറേറ്റർ ദാറ്റ് ഈസ് 1, അതും ലാസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ അത് എന്താണ്? 10. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? പ്രൊഡക്റ്റായിട്ട് കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ ഓരോന്നും നമ്മൾ LCM എടുത്ത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ ലാസ്റ്റ് ടേമിൻ്റെ ന്യൂമറേറ്ററുമായിട്ട് ക്യാൻസലായി. അങ്ങനെ ഓരോന്നും ക്യാൻസലായി പോയിട്ട് ലാസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയത് എന്താ? ഫസ്റ്റ് ടേമിൻ്റെ ന്യൂമറേറ്ററും ലാസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്ററും കൂടെ വരുന്നതാണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് ജനറലി എന്ത് പറയാം? ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇൻ ജനറൽ നമുക്ക് ഇതെങ്ങനെ എഴുതാം? 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 ഇൻറ്റു ഇങ്ങനെ ഇൻറ്റു എന്തെഴുതാം? 1 മൈനസ് 1 ഇവിടെ 2 3 4 5 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതെന്തായിട്ട് എടുക്കാം? n ആയിട്ട് എടുക്കാം. നാച്ചുറൽ നമ്പറാണ്. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ടേമിൻ്റെ ന്യൂമറേറ്റർ. അപ്പോൾ ഈ ചെയ്തത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ 1/n എന്ന് എഴുതി. ജനറലി പറയുമ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററാണ് 1 2 3 4 5 ഇങ്ങനെ മാറുന്നത്. അപ്പോൾ അത് നമ്മൾ n ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേമിൻ്റെ ന്യൂമറേറ്റർ ദാറ്റ് ഈസ് 1, ലാസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് n. എന്ത് കിട്ടി? 1/n എന്ന് നമുക്ക് കിട്ടി. ജനറലി അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 ഇൻറ്റു എക്സെട്ര 1 മൈനസ് 1/n എന്ന് പറയുന്നത് എന്താണ്? 1/n ആണ്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.